നമസ്കാരം. ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ കാലാകാലങ്ങളായി അരങ്ങേറുന്ന സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുവാൻ ആ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി KCBCയും മറ്റ് ക്രൈസ്തവ സംഘടനകളും നടത്തിയ പോരാട്ടങ്ങൾക്ക് ഒടുവിൽ വിജയം. നിരവധി സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ആ വകുപ്പ് ഏറ്റെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയന് അഭിനന്ദനങ്ങൾ. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ അരങ്ങേറുന്ന കൊടിയ അനീതി അവസാനിപ്പിച്ച് എല്ലാ സമുദായങ്ങൾക്കും തുല്യനീതി നടപ്പിലാക്കുവാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ തുല്യനീതിക്ക് അവസരം ഒരുങ്ങുന്നുവോ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി, CBC ലേറ്റി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെവലിയാർ VC സെബാസ്റ്റ്യൻ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി, സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ കാലാകാലങ്ങളായി അരങ്ങേറുന്ന കൊടിയ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേരള കത്തോലിക്ക സഭ എന്നും മുൻപന്തിയിലായിരുന്നു. ഇപ്പോൾ ആ പോരാട്ടത്തിന്റെ ഒരു ആദ്യഘട്ടം വിജയിച്ചു എന്ന് തന്നെ പറയാം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുമ്പോൾ ആ ഒരു തീരുമാനത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? എന്തൊക്കെയാണ് KCBCയുടെ പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും കാലാകാലങ്ങളായി പൊതുസമൂഹം ചർച്ച ചെയ്തിരുന്നതാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗത്തെ മാത്രം ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രത്യേക പരിഗണന കൊടുത്ത് സംരക്ഷിക്കുന്നു, അവരുടെ കാര്യങ്ങളിൽ മാത്രം പ്രത്യേക ഊന്നലും ശ്രദ്ധയും കൊടുക്കുന്നു. ആ വിഭാഗത്തിൽ നിന്ന് ന്യൂനപക്ഷ ക്ഷേമ കാര്യങ്ങളുടെ നടത്തിപ്പിനായിട്ട് മന്ത്രി ഉണ്ടാകുന്നു. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിവിധ തലങ്ങളിലുള്ള ക്ഷേമ പദ്ധതികൾ ആസൂത്രിതമായി തന്നെ നടപ്പിലാക്കി കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു വിഭാഗത്തെ മാത്രം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള നിരന്തരമായ ഒരു ശ്രമം മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, അത് തുടരുന്നു എന്നൊരു ആക്ഷേപം പരക്കെയുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ നല്ലൊരു ശതമാനം വരുന്ന ക്രൈസ്തവ സമൂഹം, അത് എല്ലാ വിഭാഗം ക്രൈസ്തവരും ഇക്കാര്യത്തിൽ വളരെ ആശങ്ക പരസ്യമായും രഹസ്യമായും ഒക്കെ പ്രകടിപ്പിക്കുകയും ഉത്തരവാദിത്തപ്പെട്ട ഭരണ നേതൃത്വത്തെ അക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഇപ്രാവശ്യം രണ്ടാം പിണറായി സർക്കാർ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഈ ആശങ്ക ശ്രീ പിണറായി വിജയനുമായും ഉത്തരവാദിത്തപ്പെട്ട മറ്റു നേതാക്കന്മാരുമായും സഭാ നേതൃത്വം സംസാരിക്കുകയുണ്ടായി. വളരെ ഗൗരവമായി തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നിലപാടെടുക്കണം എന്ന് സഭ ആവശ്യപ്പെട്ടു. മന്ത്രിസഭയുടെ രൂപീകരണവുമായി വന്ന വാർത്തകളില് പക്ഷേ വ്യത്യസ്തമായ വാർത്തകൾ വന്നപ്പോൾ അതിലുള്ള ആശങ്ക സഭാ നേതൃത്വം മുഖ്യമന്ത്രിയെയും മറ്റ് നേതാക്കന്മാരെയും അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവസാനം ഗസറ്റ് വിജ്ഞാപനം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പോർട്ട്ഫോളിയോയില് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും ഉൾപ്പെടുത്തി എന്ന് കണ്ടപ്പോ നമ്മൾ അതിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് പത്രപ്രതിനിധികൾ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കുന്നു, മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് പൊതുസമൂഹത്തില് അഭിപ്രായങ്ങളുള്ളത്. ആ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനം എടുത്തത്. അപ്പോ ഏതൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു, മറ്റ് ഒരു വിഭാഗത്തിന് അതിൽ അതൃപ്തിയുണ്ട്, രാഷ്ട്രീയ പാർട്ടി തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ പോർട്ട്ഫോളിയോസ് തീരുമാനിക്കുന്നത് ആ പ്രത്യേക പാർട്ടിയല്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഗവൺമെന്റ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ തന്നെ കണ്ട് അവരുടെ വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി വളരെ ധീരമായൊരു കാൽവെപ്പാണ് നടത്തിയിരിക്കുന്നത്. ഒരു വലിയൊരു വിഭാഗത്തെ തന്നിൽ നിന്ന് അകറ്റിയേക്കുമോ എന്ന ഭയമൊന്നുമില്ലാതെ അവരെയും മറ്റുള്ളവരെയും കൂടെ നിർത്താനായിട്ട് തനിക്ക് സാധിക്കും, താൻ ഒരു നല്ലൊരു ലീഡറാണ് എന്ന് അദ്ദേഹം ഒന്നുകൂടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയിലുള്ള ആ ഒരു വിശ്വാസം നമുക്ക് ഉറക്കെ പറയുന്നതില് മടിയില്ല. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ആ നിലപാട് ഗുണകരമായി പര്യവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാവും എന്നും അത് നിഷ്പക്ഷമായിരിക്കുമെന്നും
ഓരോ വിഭാഗവും അർഹിക്കുന്ന പരിഗണന ആ ക്ഷേമ പദ്ധതികളിൽ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും KCBC മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത ആ ഒരു ആർജവമുള്ള തീരുമാനത്തെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, 2008 മുതൽ ഒരു സമുദായത്തിന്റെ കുത്തകയായിരുന്നു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്. അവിടെ നടക്കുന്ന അനീതിക്കെതിരെ പല വേദികളിലും ശക്തമായി സ്വരമുയർത്തിയ വ്യക്തിയാണ് താങ്കൾ. ഇപ്പോൾ ആ വകുപ്പ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നു. അതിനോടുള്ള താങ്കളുടെ പ്രതികരണം, അതോടൊപ്പം തന്നെ ഈ വർഷങ്ങളിലെല്ലാം ക്രൈസ്തവ സമൂഹം ഏതെല്ലാം തരത്തിലുള്ള അനീതികളാണ് ആ വകുപ്പിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ളത്? ശ്രീ VC സെബാസ്റ്റ്യൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏറ്റെടുത്തതിൽ എനിക്ക് വലിയ അത്ഭുതമോ ആവേശമോ ഇല്ല. കാരണം വളരെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട പാലിക്കാപ്പള്ളി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്തു എന്ന്. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളായിട്ടുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ ശക്തമായിട്ട് ക്രൈസ്തവ സമൂഹം ഉയർത്തിക്കാട്ടി. ഈ വകുപ്പ് തുല്യനീതി നടപ്പിലാക്കാത്ത വകുപ്പാണ്, വിവേചനം നടപ്പിലാക്കുന്ന വകുപ്പാണ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്ന് പറഞ്ഞ ഒരു ആക്ഷേപ വകുപ്പായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇപ്പോഴല്ല മുഖ്യമന്ത്രി വകുപ്പ് ഏറ്റെടുത്തത്. ഇതിന്റെ രേഖകൾ സഹിതമാണ് ഞാൻ സംസാരിക്കുന്നത്. 2020 നവംബർ മാസം 5-ാം തീയതി ന്യൂനപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്, മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. മറ്റൊന്നുമല്ല, ക്രിസ്ത്യൻ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുവാനുള്ള ജസ്റ്റിസ് JB കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് ഒരു ന്യൂനപക്ഷ വകുപ്പും മന്ത്രിയും നിലനിൽക്കെ തന്നെ മുഖ്യമന്ത്രി നേരിട്ടാണ്. 2021 ഫെബ്രുവരി മാസം 9-ാം തീയതി ഈ ക്രിസ്ത്യൻ പിന്നോക്കാവസ്ഥ പഠിക്കുവാനുള്ള കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് അത് നിശ്ചയിച്ചു കൊടുത്തതും ആഭ്യന്തര വകുപ്പാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇതിനെ സഹിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ ഈ വകുപ്പിൽ ഉണ്ടായപ്പോൾ തന്നെ മുഖ്യമന്ത്രി 2020 തന്നെ ഈ വകുപ്പിന്റെ ഇടപെടലുകൾ നടത്തിയും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്നാ ഉണ്ടായത്? 2008 വരെയും ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പൊതുഭരണ വകുപ്പിന്റെ ഭാഗമായിരുന്നു. മുഖ്യമന്ത്രിമാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ കൂടി ക്ഷേമം ഉൾപ്പെടുത്തിയിരുന്നത്. 2009 പാലോളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തില് ന്യൂനപക്ഷ സെല്ല് രൂപീകരിക്കുകയാണ് ചെയ്തത്. 2011 ജനുവരി മാസം 1-ാം തീയതിയാണ് കേരള സംസ്ഥാനത്ത് ആദ്യമായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഉണ്ടായത്. അതിനു മുമ്പ് എക്കാലവും ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയതുമൊക്കെ പൊതുഭരണത്തിന്റെ കീഴിലായിരുന്നു, മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിന് കീഴിലായിരുന്നു. അതുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി ഇത് ഏറ്റെടുത്തു എന്നുള്ളതിന് വലിയ അത്ഭുതവും ആവേശവും എനിക്കില്ല. എന്നോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയട്ടെ. 2011 ജനുവരി 1-ാം തീയതി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഉണ്ടാകുന്നു അച്യുതാനന്ദൻ സർക്കാരിന്റെ സമയത്ത്. ആ സർക്കാർ 3-3.5 മാസങ്ങൾക്ക് ശേഷം അടുത്ത പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു. പിന്നീട് 2011 മെയ് മാസം മുതൽ 2016 വരെ വന്ന UDF സർക്കാരിന്റെ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടമായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് വാസ്തവത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയുടെയും തുടക്കം കുറിച്ചത്, ഗൗരവമായിട്ടുള്ള തുടക്കം. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. ശ്രീ മഞ്ഞളാംകുഴി ആലി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ന്യൂനപക്ഷ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി 1000 പ്രൊമോട്ടർമാരുടെ നിയമനം നടത്തിയത്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലുമാണ് പ്രൊമോട്ടർമാരെ നിയമിക്കാൻ വേണ്ടി ഉത്തരവിറക്കിയത്. നിയമനവും നടത്തി. അങ്ങനെ നിയമിച്ചപ്പോൾ എങ്ങനെയാ? എന്തെങ്കിലും ഒരു അനുപാതം വേണ്ടേ, ഒരു മാനദണ്ഡം വേണ്ടേ? ഒരു മാനദണ്ഡവും ഇല്ലായിരുന്നു. 903 ന്യൂനപക്ഷ പ്രൊമോട്ടർമാരെയാണ് നിയമിച്ചത്. 2012 ജൂൺ മാസം 16-ാം തീയതി ഇറങ്ങിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ
അതിൽ 760 പേർ മുസ്ലിം സമുദായത്തിൽ നിന്ന്, 143 പേർ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന്. 440 പേര് ജനസംഖ്യ ആനുപാതികമായിട്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വേണമെന്നിരിക്കെയാണ് ഈ കടുത്ത അനീതി നടത്തിയത്. ഇതിനെ അന്ന് സിറോ മലബാർ സഭയുടെ ലൈറ്റി കമ്മീഷന്റെ സെക്രട്ടറി ആയിരുന്നു, അന്ന് ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു. ഞാൻ ഇതിനെ ചോദ്യം ചെയ്തു, കോടതിയിലും ചോദ്യം ചെയ്തു. ഇത് കടുത്ത അനീതിയാണ്. അതിനു മുമ്പ് നമുക്ക് ന്യൂനപക്ഷം എന്ന് പറയുന്നതല്ലാതെ പിന്നെ അന്വേഷണത്തിലാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഒരു പക്ഷം മാത്രമാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് ഈ കാര്യം ഗൗരവമായി എടുത്തത്. അങ്ങനെ അവസാനം ഉമ്മൻചാണ്ടി സർക്കാരിന് ഈ നിയമനങ്ങൾ മുഴുവൻ റദ്ദ് ചെയ്യേണ്ടി വന്നു. ആ സർക്കാരിന്റെ കാലത്താണ് ഇത്രയും വലിയ അഴിമതി നടന്നത്. പിന്നെ തുടർന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്രയോ പദ്ധതികൾ, 1-2 പദ്ധതികളുടെ മാത്രം ഉദാഹരണം പറയാം. പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം എന്ന് പറയുന്ന പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ അല്ല, കേന്ദ്ര സർക്കാർ പണം നൽകി കേരളത്തിലെ ഇന്ത്യയിലെ വിവിധങ്ങളായ ജില്ലകളിൽ മൾട്ടി സെക്ടറൽ പ്രോഗ്രാം എന്നുള്ള പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന മേഖലകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, പ്രധാന സ്കൂളുകളെ സംബന്ധിച്ച്, കോളേജുകളെ സംബന്ധിച്ച്, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ആ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഒരു കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എല്ലാ ജില്ലകളിലും അതിന്റെ ജില്ലാ സമിതിക്കാണ്. കേരളത്തിലെ 14 ജില്ലകള്, 13 ജില്ലകളില് ഈ സമിതി ഉണ്ടായി. 39 പേരെ കണ്ടെത്തി. കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് നടന്നതാണ്. പക്ഷെ അതിൽ 30 പേര് മുസ്ലിംസ്, 7 പേര് ക്രിസ്ത്യൻ. ക്രിസ്ത്യൻ ഭൂരിപക്ഷ ജില്ലകളിലൊക്കെ ക്രിസ്ത്യൻ പ്രാതിനിധ്യം പോലും ഇല്ലാതെ ഇതിനെ ലൈറ്റി കൗൺസിൽ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘടനകളും ക്രൈസ്തവ വിഭാഗവും ചോദ്യം ചെയ്തതാണോ തെറ്റ്? ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് 2014 വന്നു. ആ ആക്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്, ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ഏത് മതവിഭാഗത്തിൽ നിന്നാണ് ആണോ അപ്പോൾ അതിന്റെ മെമ്പർ, 2 മെമ്പർമാരിൽ ഒരു മെമ്പർ വനിതയാണ്, മറ്റേ മെമ്പർ മറ്റൊരു സമുദായത്തിൽ നിന്നാകണമെന്ന്. ഇത് ജലീലിന്റെ ഭരണകാലത്ത് അത് പൊളിച്ചെഴുതി മറ്റൊരു മാറ്റി ഒരു എന്നാക്കി. ഇതിനെ ചോദ്യം ചെയ്തതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരു ജില്ലയിൽ പലതുമായിട്ട് കോച്ചിങ് സെന്ററുകൾ ഉണ്ടായി. ഇത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൊണ്ടൊന്നുമല്ല, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ടാണ് കോച്ചിങ് സെന്ററുകൾ രൂപീകരിച്ചിരിക്കുന്നത്. ആ കോച്ചിങ് സെന്ററുകളിൽ ഒരെണ്ണം പോലും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് തരാതിരുന്നപ്പോൾ ക്രൈസ്തവര് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ തെറ്റാണ്, ശരിയല്ല എന്ന് പറഞ്ഞതിൽ എന്ത് അപാകതയാണുള്ളത്? ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടി വന്ന സാഹചര്യം സൃഷ്ടിച്ചത് കഴിഞ്ഞ ഭരണകാലത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ്. ഉള്ള പദ്ധതികളുടെ എല്ലാ വശങ്ങളും അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യം. 80-20 ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ച 80-20 എന്ത് ന്യായീകരണമാണുള്ളത്? ഇതാ എൻ്റെ അതിന്റെ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ നോട്ട് തന്നെ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും വി സി സെബാസ്റ്റ്യൻ, താങ്കളെ പോലെയുള്ളവർ വർഷങ്ങളായി ഈ നീതികേടിനെതിരെ ഉള്ളൊരു പോരാട്ടത്തിന്റെ പാതയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലയളവിൽ പോലും ഈ നീതി നിഷേധം ശക്തമായി തന്നെ അരങ്ങേറി. പക്ഷേ നമ്മൾ ഇത്രയധികം പോരാട്ടം നടത്തിയിട്ടും പരാതികൾ നൽകിയിട്ടും എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്രിയാത്മകമായൊരു നടപടി വരാത്തത്? എന്തുകൊണ്ടാണ് അത്തരം എന്തെങ്കിലും ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഒരു ഭരണസിരാ കേന്ദ്രങ്ങളിലുള്ള ഒരു സ്വാധീനത്തിന്റെ ഒരു ഭാഗമാണോ അത്? ചോദ്യം വളരെ റിലവന്റ് ആണ്. സ്വാധീനവും സമ്മർദ്ദവും ഒരു വശത്തുണ്ട് എന്നുള്ളൊരു വസ്തുത മാത്രം. പക്ഷെ ആ സ്വാധീനങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി കഴിഞ്ഞ സർക്കാരിന്റെ അവസാന സമയത്ത് ക്രൈസ്തവ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ തന്നെ ഒരു കമ്മീഷനെ നിയമിച്ചത് എന്നുള്ളതും നമ്മൾ കാണണം. കഴിഞ്ഞ സർക്കാരിന് ഏതാണ്ട് ഒരു മധ്യഭാഗത്തോടു കൂടി തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. വിഷയങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിട്ടുണ്ട്. കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ 1-2 വർഷത്തിനുള്ളിൽ ഭരിച്ചിരുന്നവർ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. സമ്മർദ്ദ തന്ത്രങ്ങൾ പല രീതിയിൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് വസ്തുതകളെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ക്രൈസ്തവരുടെ ഒരു പ്രത്യേകത, ഇതിനെക്കുറിച്ചൊന്നും അധികം പേരും പഠനം നടത്തിയിട്ടില്ല.
ന്യൂനപക്ഷം എന്ന് പറയുന്നതെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള ധാരണയായിരുന്നു പലർക്കും. പക്ഷെങ്കില് ലഭിക്കുന്നില്ല എന്നുള്ള വസ്തുത തിരിച്ചറിയാൻ അല്പം വൈകിപ്പോയി. അതിന് പ്രധാനപ്പെട്ട കാരണം വിവിധ ക്രൈസ്തവ വിഭാഗങ്ങള് ഇതിലേക്കുള്ള ആഴത്തിലേക്ക് ഉള്ള പഠനങ്ങളിലേക്ക് വന്നില്ലായിരുന്നു എന്നുള്ളതാണ്. വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. സമ്മർദ്ദ തന്ത്രങ്ങളെ അതിജീവിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം. തീർച്ചയായിട്ടും ശ്രീ വി. സെബാസ്റ്റ്യൻ. ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊരു ചൊല്ല് നാം കേട്ടിട്ടുണ്ട്. കൊടിയ നീതി നിഷേധത്തിനെതിരെ ഒരു സമൂഹം മുഴുവൻ ഒന്നാകെ ശബ്ദമുയർത്തിയപ്പോൾ ആ പോരാട്ടത്തിൽ പൂർണ്ണമായി വിജയിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ നാം വിജയം നേടി. ഇതുപോലെ തന്നെ ഭാവിയിൽ ക്രൈസ്തവ സമൂഹത്തിന് വന്നു ചേർന്നേക്കാവുന്ന നീതി നിഷേധത്തിനെതിരെ ഭയമില്ലാതെ നിശബ്ദരാകാതെ പോരാടിയാൽ നമുക്ക് നീതി ലഭിക്കും എന്നൊരു വസ്തുതയിലേക്കല്ലേ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഈ ഒരു തീരുമാനം വിരൽ ചൂണ്ടുന്നത്? തീർച്ചയായിട്ടും നമ്മൾ വളരെ സമാധാന പ്രിയരും വളരെ സൗമ്യമായും ശാന്തമായും പ്രതികരിക്കുന്നവരുമാണ്. നമുക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ തരം പ്രചാരണങ്ങളെയും നമ്മൾ വളരെ ശാന്തമായിട്ടാണ് നേരിടുന്നത്. ചിലപ്പോൾ നമ്മളത് അവഗണിക്കുകയും ചെയ്യാറുണ്ട്. നമ്മളിങ്ങനെ അവഗണിക്കുകയും വളരെ ലളിതമായ രീതിയിൽ അതിനോട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിലെ ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ നിർഗുണന്മാരാണ്, നമുക്ക് ഇതിനുള്ള കഴിവില്ലാത്തവരാണെന്നൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഒരു പാരമ്പര്യവും ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ശൈലിയും ശത്രുക്കളെ സ്നേഹിക്കാനും ക്ഷമിക്കാനുമാണ്. പക്ഷെ അത് നീതി നിർവഹണത്തിന്റെ കാര്യത്തിൽ കർത്താവ് ആ നിലപാടെടുക്കാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നീതി നിഷേധിക്കപ്പെടുമ്പോൾ അനീതിക്കെതിരെ ശബ്ദമുയർത്തണം എന്ന് തന്നെയാണ്. ശബ്ദമുയർത്തുമ്പോൾ അത് മറ്റു വിജാതീയ സമൂഹങ്ങൾ ചെയ്യുന്നത് പോലെ ആക്രോശിച്ചുകൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ അവരെ തച്ചുടച്ചുകൊണ്ടോ അല്ല, ധീരരായിട്ട് സധൈര്യം നമ്മൾ നിലപാടുകൾ എടുക്കുകയും അത് ഉറക്കെ പറയുകയും വേണം. അതിനകത്ത് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതാവാതെ അവരെ ബഹുമാനത്തോടു കൂടെ പക്ഷെ പറയാനുള്ളത് ഉറച്ച ബോധ്യത്തോടുകൂടെ ഉറച്ച ശബ്ദത്തിൽ പറയണം എന്ന് തന്നെയാണ് ഈശോ പഠിപ്പിച്ചിരിക്കുക. അപ്പൊ നമ്മള് ആ ഒരു തലത്തിൽ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നേതൃത്വം വഹിക്കുന്ന വ്യക്തികൾ എന്ന നിലയിലും ഈ സംഘടനയുടെ പ്രത്യേക ഭാരവാഹികൾ എന്ന നിലയിലും ഒക്കെ നിലപാടുകൾ എടുക്കുകയും നിലപാടുകൾ ഉറക്കെ പറയുകയും ചെയ്താൽ അതനുസരിച്ചുള്ള മാറ്റം ഈ സമൂഹത്തിലുണ്ടാകും. ഈ കാലയളവിൽ നമ്മളത് മനസ്സിലാക്കിയതാണ്. പലതരത്തിൽ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെയും നമ്മുടെ ദൈവിക സങ്കല്പങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തപ്പോ അതിനോട് പണ്ഡിതോചിതമായി തന്നെ പ്രതികരിക്കുകയും വളരെ സ്റ്റേണായിട്ട് വളരെ ആധികാരികമായി അതിനോടൊക്കെ പ്രതികരിച്ചപ്പോ അത്തരം കോർണറുകളിൽ നിന്ന് വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ നിന്നുപോയി എതിർപക്ഷത്തുള്ളവർക്ക് സംസാരിക്കാൻ പറ്റാണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പൊ നമ്മുടെ പറയാനുള്ള കാര്യങ്ങൾ ഉറച്ച ബോധ്യത്തോടെ ഉറക്കെ ധൈര്യത്തോടെ പറയേണ്ടത് ക്രൈസ്തവോചിതമായ ഉത്തരവാദിത്തമാണ്. അതിൽ നമ്മൾ മടി വിചാരിക്കേണ്ടതില്ല. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഇക്കാര്യത്തില് എനിക്ക് തോന്നുന്നത്. ശ്രീ വി. സി. സെബാസ്റ്റ്യനെ പോലെ ഒത്തിരിയേറെ അൽമായരും വൈദികരും ഈ മേഖലയില് ശക്തമായ പഠനങ്ങൾ നടത്തുകയും അത് ധൈര്യപൂർവ്വം ഉറക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം തീരുമാനങ്ങളിലേക്ക് അധികാരികൾ എത്താനായിട്ട് ഇടയായത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും. ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി, ഒരു കാര്യം കൂടി ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം നമ്മൾ പഠിക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു അവസ്ഥയല്ല ഇപ്പോഴുള്ളത്. ക്രൈസ്തവ സമൂഹം സമാനതകളില്ലാത്ത രീതിയിലുള്ള വെല്ലുവിളികളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് കടന്നു പോകുന്നത്. ഇനിയും ഇതിനേക്കാൾ വലിയ നീതി നിഷേധത്തിന് ക്രൈസ്തവ സമൂഹം ഇരയാകേണ്ടി വന്നേക്കാം. അത്തരം സാഹചര്യങ്ങളിലെല്ലാം നമ്മളൊരു സ്വയം വിമർശനപരമായി ചിന്തിക്കുകയാണെങ്കിൽ സഭാ നേതൃത്വം കുറെ കൂടി ക്രിയാത്മകമായി അത്തരം സാഹചര്യങ്ങളിൽ പ്രതികരിക്കണം എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത അതിന്റെ ബലഹീനതയും കൂടെയാണ്. നമ്മൾ വിഘടിച്ചാണ് നിൽക്കുന്നത് എന്നൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ചിത്രം പൊതുസമൂഹത്തിനുണ്ട്. നമ്മുടെ ഇടയിൽ യൂണിറ്റി ഇല്ല.
നമ്മുടെ ഇടയിൽ ഒരു ഐക്യമില്ല എന്നൊരു ധാരണയാണ് നമ്മുടെ ചില പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ചില പ്രതികരണങ്ങൾ കൊണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ കേരള സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരമായ, ആരോഗ്യപരമായ, സാംസ്കാരികപരമായ വളർച്ചയ്ക്ക് നിർണായകമായ പ്രവർത്തനങ്ങൾ നടത്തിയവരും സ്വാധീനം ചെലുത്തിയവരും സംഭാവനകൾ നൽകിയവരുമാണ് ക്രൈസ്തവ സമൂഹം. അത് സാഹിത്യ മേഖലകളിലാണെങ്കിലും കലാപരമായ മേഖലകളിലാണെങ്കിലും ഒക്കെ ഒത്തിരി സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ സംഭാവനകളെ ഒക്കെ പൊതുസമൂഹം അംഗീകരിക്കാതെ പോകുന്നത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഈ വിഭജനമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെയുള്ള യൂണിറ്റി കുറവാണ്. അപ്പോ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇവിടെ നമ്മുടെ കെട്ടുറപ്പ്, ഐക്യം, ഈശോ നമ്മളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹം കണ്ടിട്ട് നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ടാണോ അതോ സ്പർദ്ധ കണ്ടിട്ടാണോ? അഭിപ്രായ വ്യത്യാസങ്ങള്, പിന്നെ നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണയുണ്ട്. അത് അൽമായർക്കുണ്ട്, വൈദികർക്കുണ്ട്, ഇപ്പോ സിസ്റ്റേഴ്സിനും ഉണ്ട്. നമ്മുടെ തെറ്റിദ്ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്തും പറയാന്നുള്ളതാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഏത് ആശയത്തെക്കുറിച്ചും ഏത് വ്യക്തിയെക്കുറിച്ചും ഏത് കാര്യത്തെക്കുറിച്ചും തുറന്ന് സോഷ്യൽ മീഡിയയിലൂടെയോ മാധ്യമങ്ങളിലൂടെയോ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെന്റെ അവകാശമാണെന്നാണ് ഓരോരുത്തരും ധരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അവകാശം പ്രയോഗിക്കുമ്പോൾ അത് സഭയെ എന്തുമാത്രം പടുത്തുയർത്തുന്നുണ്ട്. പൗലോസ് അതിലെ പറയുന്നത്, എനിക്ക് കിട്ടിയിരിക്കുന്ന വരങ്ങൾ ഞാൻ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്റെ അറിവോ കഴിവോ എന്റെ സാധ്യതകളോ ഞാൻ ഉപയോഗിക്കുമ്പോൾ അത് ഈ സഭാ സമൂഹത്തെ പടുത്തുയർത്തണം, തകർത്ത് കളയല്ല. ഓരോ വ്യക്തികളും അവരവരുടെ മാളത്തിൽ ഇരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ചില കാര്യങ്ങളെങ്കിലും സഭയെ തളർത്തി കളയുന്നുണ്ട്, പൊതുസമൂഹത്തിന് മുമ്പിൽ അത് ചെറുതാക്കുന്നുണ്ട്. അതുകൊണ്ട് വിവേകത്തോടുകൂടെ വേണം സഭയിലെ അംഗങ്ങളെല്ലാവരും, നേതൃത്വം മാത്രമല്ല എല്ലാവർക്കും വളരെ ഗൗരവമായ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ വളരെ വിവേകത്തോടും വളരെ പക്വതയോടും വളരെ ആലോചിച്ചും പ്രാർത്ഥിച്ചും വേണം ഓരോ കാര്യത്തോടും പ്രതികരിക്കാൻ. കാരണം എന്റെ വാക്കുകൾ സഭയെ തളർത്തുകയല്ല, സഭാ സമൂഹത്തിന് കൂട്ടായ്മ വർദ്ധിപ്പിക്കുകയും അതിനെ ശക്തിപ്പെടുത്തുകയും വളർത്തുകയുമാണ് ചെയ്യേണ്ടതെന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആർജവം നമ്മൾ നേടും. തീർച്ചയായും. അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ, ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി പറഞ്ഞതുപോലെ കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും ഒരു ആവശ്യകത അദ്ദേഹം സൂചിപ്പിച്ചു. നമുക്കറിയാം, നിരവധി ക്രൈസ്തവ സംഘടനകളാണ് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ അരങ്ങേറിയ കൊടിയ അനീതിക്കെതിരെ പ്രതികരിച്ചത്. നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ മുൻകാലങ്ങളെക്കാൾ ഉപരി വലിയൊരു ജാഗ്രത ക്രൈസ്തവ സമൂഹം പുലർത്തേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ക്രൈസ്തവ സംഘടനകളുടെ ഒരു പ്രവർത്തന ശൈലിയിൽ ഒരു മാറ്റം അനിവാര്യമാണോ? തീർച്ചയായിട്ടും മാറ്റം എന്നുള്ളത് കൊണ്ട് വളരെ വ്യക്തമാക്കാം, യോജിച്ചുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത്. അത് സംഘടനാ തലത്തിൽ മാത്രം പോരാ. സഭയെ നയിക്കുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ പറയട്ടെ, സഭാപിതാക്കന്മാരാണ് സഭയെ മുന്നോട്ട് നയിക്കുന്നത്. വൈദികരുടെ നേതൃത്വത്തിലാണ് കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം. വിശ്വാസികൾ, അൽമായർ അതിന്റെ ഭാഗങ്ങളാണ്. അൽമായരും വൈദികരും സഭാപിതാക്കന്മാർ ചേർന്നുള്ള സഭാ സംവിധാനം. യോജിപ്പിന്റെയും ഐക്യത്തിന്റെയും മേഖലകൾ ആദ്യം കണ്ടെത്തേണ്ടത് വിശ്വാസികളിലല്ല, അൽമായരിൽ മാത്രമല്ല, വൈദികരിലും പിതാക്കന്മാരിലുമാണ്. വിവിധങ്ങളായ അനുഷ്ഠാനങ്ങൾ കാണും, ആചാരങ്ങൾ കാണും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ക്രൈസ്തവർ എന്നുള്ളവരെല്ലാം ക്രിസ്തു എന്ന വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ്. പക്ഷെ ആ വിശ്വാസത്തിന്റെ കീഴിൽ ഐക്യപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്നതിൽ നമുക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്ന് ഇനിയെങ്കിലും ഇപ്പോഴെങ്കിലും ആത്മപരിശോധന അടിയന്തരമാണ്. ക്രൈസ്തവ സംഘടനകൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു വിഷയത്തില് കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് വാസ്തവമാണ്. അതൊരു സംഘടിത രൂപത്തിലേക്ക് കാലക്രമേണ മാറും. അതിന് വിവിധ സഭാ വിഭാഗങ്ങളെല്ലാം ഒരു യോജിപ്പിൻ്റെതായ തലം കാണണം. കേരളത്തിലെ പശ്ചാത്തലത്തിൽ കത്തോലിക്ക സഭയാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. കാരണം കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യ 61 ലക്ഷമാണെങ്കിൽ അതിൽ 42 ലക്ഷവും കത്തോലിക്ക വിഭാഗമാണ്. ആ ഒരു ലീഡർഷിപ്പ്
ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ ഒരു കൂട്ടായ്മയുടെ തലം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും നമ്മൾ നേരിടാനിരിക്കുന്നത് ഇതിലും വലിയ പ്രതിസന്ധികളാണ്. അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, വിവിധ മറ്റ് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതിസന്ധികളും ഉണ്ടാകും. ആഗോളതലത്തിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളുടെ പതിപ്പുകൾ കേരളത്തിലും രൂപപ്പെട്ടു വരുമെന്നുള്ള യാതൊരു സംശയവുമില്ല. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഷെക്കീന ചാനൽ ഞാൻ സൂചിപ്പിച്ചത് വീണ്ടും ആവർത്തിക്കുകയാണ്. നമ്മൾ നമ്മുടെ സംഭാവനകളെ കുറിച്ചുള്ള അഭിമാനം കൊള്ളുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറ ആ സംഭാവനകളുടെ അന്തസത്ത ഉൾക്കൊള്ളുന്നുണ്ടോ? വിശ്വാസി സമൂഹം എവിടെ നിൽക്കുന്നു? സമരം ചെയ്യുവാനും ചാവേറാകാനും മാത്രമായിട്ട് ഈ സമൂഹത്തെ ഇനിയുള്ള നാളുകൾ കിട്ടുമോ? നമ്മുടെ അനന്തര തലമുറ, ഇപ്പോഴത്തെ തലമുറ സഭാ സംവിധാനത്തിൽ ഏതെല്ലാം രീതിയിൽ ഭാഗഭാക്കാകുന്നുണ്ട്? യുവതലമുറ സഭയുടെ മുഖ്യധാരയിൽ എങ്ങനെയാണ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങൾക്കും ആതുര സേവന പ്രക്രിയകൾക്കും ആരോഗ്യ സേവന പ്രക്രിയകൾക്കും ഒക്കെ എന്ത് വിശ്വാസമാണ് സമൂഹത്തിന് നൽകുവാൻ സാധിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒത്തിരിയേറെ ഘടകങ്ങളുണ്ട്. ഒരുമിച്ച് നിന്നില്ലെങ്കിൽ തകർന്നറിയുന്ന ഒരു മേഖലയായിട്ട് ക്രൈസ്തവ സമൂഹം കേരളത്തിൽ മാറുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു ആവശ്യത്തിന് ചെല്ലുമ്പോഴേ അത് ഏതെങ്കിലും രൂപതയുടെ അഭിമന്യനായ പിതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും അൽമായരായിട്ടുള്ള പ്രമുഖരായ ആൾക്കാരോ മാത്രം പറഞ്ഞതിന്റെ പേരിൽ നടക്കില്ല. മറിച്ച് നിലപാടുകൾ, വ്യക്തമായ നിലപാടുകൾ, തുറന്ന നിലപാടുകളല്ല നമുക്ക് വേണ്ടത്. നമ്മളെ മുഴുവൻ ബാധിക്കുന്ന വിഷയങ്ങളിൽ പൊതുവായ നിലപാടുകൾ നമുക്ക് വേണം, വ്യക്തമായ നിലപാടുകൾ വേണം. പലപ്പോഴും സംഭവിക്കുന്ന വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ അവരുടേതായ നിലപാടുകളിലേക്ക് പോകുന്നു. ക്രൈസ്തവ സമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒരുമിച്ച് ചേർന്നുള്ള ഉറച്ച നിലപാടുകൾ എടുക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് ന്യൂനക്ഷേമ വകുപ്പ് പോയെങ്കിൽ തന്നെയും അതിന്റെ പ്രവർത്തനങ്ങളുടെ ഗുണഫലം വരുന്ന 5 വർഷക്കാലം ഈ സമൂഹത്തിന് കിട്ടേയുള്ളൂ. ജസ്റ്റിസ് കമ്മീഷൻ, JB കമ്മീഷന്റെ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. കമ്മീഷൻ ക്രൈസ്തവ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള കമ്മീഷനാണ്. വിദ്യാഭ്യാസം, സാമ്പത്തികം, ഈ അവസ്ഥയെക്കുറിച്ച് പഠിച്ച് ക്ഷേമ പദ്ധതികൾ നിർദ്ദേശിക്കാനുള്ള കമ്മീഷനാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു പിന്നോക്കാവസ്ഥ പഠിച്ചുകൊണ്ടല്ല ഒരു മതന്യൂനപക്ഷത്തിന്റെ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത്. മറിച്ച് ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനസംഖ്യാ ന്യൂനപക്ഷമാണ്. വളർച്ചാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മതവിഭാഗങ്ങൾക്ക് വേണ്ടി വേണം പ്രധാനമായും ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ. വളർച്ചാ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നവർക്ക് ക്ഷേമം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടിയുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ രണ്ടാം സർക്കാരിന് സാധിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. തീർച്ചയായും ശ്രീ VC സെബാസ്റ്റ്യൻ. ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി, അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ ക്രൈസ്തവ സംഘടനകൾ കുറെ കൂടി ഒരു കൂട്ടായ്മയിലേക്കും ഐക്യത്തിലേക്കും കടന്നു വന്ന് ഒന്നിച്ചു നിന്ന് ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശങ്ങൾക്കായി പോരാടണം. ഇതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അല്ല, നമ്മളത് തന്നെ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കണം. ഒരുമിച്ച് നിൽക്കുന്നിടത്തേ ബലമുള്ളൂ. പിന്നെ പരസ്യമായിട്ട് നമ്മൾ വിമർശിച്ചത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ വിമർശനങ്ങളൊക്കെ ഇൻ ക്യാമറയിലായിരിക്കണം. പബ്ലിക്കായിട്ട് നമ്മൾ വിമർശിച്ചത് കൊണ്ട് പൊതുസമൂഹത്തെ, നമ്മളെ വിമർശിക്കുന്ന പൊതുസമൂഹത്തിലെ ആളുകൾക്ക് നമ്മളെ വിമർശിക്കാൻ നമ്മൾ തന്നെ വീണ്ടും അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുക. സഭയെ നവീകരിക്കുന്നത് അല്ലെങ്കിൽ സമുദായത്തെ നവീകരിക്കുന്നത് അകത്തളത്തിലുള്ള വേദികളിലാണ് അൽമായരോ വൈദികരോ മെത്രാന്മാരോ ആരാണെങ്കിലും വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടത്. സോഷ്യൽ മീഡിയയിലോ പൊതുമീഡിയകളിലോ ഒന്നും സഭയെ നവീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വിമർശിച്ചിട്ട് കാര്യമില്ല. അപ്പോ നവീകരണങ്ങൾ നടക്കേണ്ടത് അകത്തളത്തിലായതുകൊണ്ട് വിമർശനങ്ങൾ അകത്തളത്തിലാവാം. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നമ്മുടെ അൽമായരോടും അൽമായ നേതൃത്വത്തോടും ഒക്കെ ബഹുമാനമാണുള്ളത്. കാരണം സഭയെ അവർ അത്യധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അവർ വിമർശിക്കുന്നതോ അല്ലെങ്കിൽ വിമർശനാത്മകമായിട്ട് സംസാരിക്കുന്നതോ ഒക്കെ. അതിനെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറയുന്നത് അത് നമ്മള് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ആവാതിരുന്നാൽ നമ്മുടെ ഉള്ളില് ഐക്യമുണ്ട് എന്നുള്ള പൊതുധാരണയ്ക്ക് ശക്തിപ്പെടും. നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പൊതു പ്ലാറ്റ്ഫോമുകളിൽ പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ അനൈക്യമാണ് എന്ന ധാരണ കുറേ കൂടെ ശക്തമാകും. അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് അകത്തളത്തിൽ ഇൻ ക്യാമറ സെഷൻസിൽ നമുക്ക് വിമർശനങ്ങളാവാം, കുറ്റപ്പെടുത്തലുകളോ തിരുത്തലുകളോ ആവാം.
പുറമേ നമ്മൾ ഓരോ നിലപാടിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ ഒരേ ശബ്ദത്തിൽ തന്നെ ആ നിലപാടുകൾ ഉറക്കെ പറയാനുള്ള ആർജവവും അതുപോലെ തന്നെയുള്ള ഹൃദയ ഐക്യവും നമുക്കുണ്ടാകും. ശ്രീ വി സി സെബാസ്റ്റ്യൻ, നമ്മൾ പോരാട്ടത്തിന്റെ ഒരു ഘട്ടം മാത്രമേ നമ്മൾ വിജയിച്ചിട്ടുള്ളൂ. നീതി നിഷേധത്തിനെതിരായ പോരാട്ടത്തിന്റെ ഒരു ഘട്ടം മാത്രമേ നാം വിജയിച്ചിട്ടുള്ളൂ. ഇനിയും എത്രമാത്രം ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്? നമുക്ക് ഇതിനെ ഒരു പോരാട്ടമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇതൊരു സൗഹൃദ നിലപാടുകളിലൂടെ മാത്രമേ പല കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ കാലത്ത് നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. അനുരഞ്ജനം വേണം, അതോടൊപ്പം തന്നെ നല്ല ലേസൺ വർക്കും വേണം, ഒരുമയും സ്വരുമയും വേണം. ഈ രീതിയിലുള്ള ബഹുമാനപ്പെട്ട പാലക്കാപ്പള്ളി അച്ഛൻ പറഞ്ഞതുപോലെ വിമർശനത്തെക്കാൾ ഉപരിയായിട്ട് പരസ്പര ഐക്യം നമ്മുടെ അന്തരാത്മാവിൽ തന്നെ ഊട്ടി ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ന്യൂനക്ഷേമ വകുപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഇതര വകുപ്പുകളുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളിലാണെ പോലും എന്തെങ്കിലും നേട്ടം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വശത്തു കൂടെ നമ്മുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ അവതരിപ്പിക്കണം. അതേസമയം അതിന് അവതരിപ്പിക്കുന്ന ഭാഷയും ഉപയോഗിക്കുന്ന ആ പ്രയോഗങ്ങളുമെല്ലാം വളരെ കൃത്യതയും വ്യക്തതയും ഉള്ളതായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒരു സംഘടിത ശക്തി രൂപം ഐക്യം വേണം എന്ന് വേണേ പറയാം. രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കി തരുവാൻ ഭരണത്തിലുള്ളവർക്ക് താല്പര്യമുണ്ടാവുകയുള്ളൂ എന്നുള്ള വസ്തുതയും നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായും ക്രൈസ്തവ സമുദായത്തിന്റെ നീതിക്കായിട്ടുള്ള പരിശ്രമത്തിന്റെ ആദ്യഘട്ടം വിജയം കണ്ടു. എന്നാൽ ആ വിജയത്തിൽ അലസരാകാതെ കൂടുതൽ ജാഗ്രതയോടെയും ഐക്യത്തോടെയും ശക്തിയോടെയും നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ആവശ്യകതയിലേക്കാണ് ഈ ചർച്ച വിരൽ ചൂണ്ടുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി, അഡ്വക്കേറ്റ് ശ്രീ വി സി സെബാസ്റ്റ്യൻ, നന്ദി.